എൻ്റെ ഒരു ക്ലയന്റിനോടും ഇന്നേ വരെ ഇത്ര കാലറി, ഇത്ര കാർബ്, ഇത്ര പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വളരെ സ്ട്രെസ്ഡ് ആണ്. ഈ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇത്ര കാലറി അല്ലെങ്കിൽ ഇത്ര പ്രോട്ടീൻ, ഇത്ര ഫാറ്റ്, ഇത്ര ഫൈബർ എന്ന് പറയുന്നതിനേക്കാളും ഒരു പ്ലേറ്റ് ആലോചിച്ചാൽ എല്ലാം ഏകദേശം ഒരു ബാലൻസ് ഉണ്ടാവണം. ബാലൻസ് ഇൻ ദ സെൻസ് അതിൽ പ്രോട്ടീൻ കൂടുതൽ ഇരിക്കട്ടെ, കുറച്ച് കാർബ് വരട്ടെ, നല്ല ഫാറ്റ് വേണം, എന്നിട്ട് ഫൈബറും. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു പിടിച്ചോറ്, ഒരു 5-6 കഷ്ണം മീനോ ചിക്കനോ, കുറച്ച് വെജിറ്റബിൾസ്, ഇങ്ങനെ വരുന്നതാണ് ഒരു നല്ല മീല്. കാലറി കൂട്ടണ്ട, മൈക്രോ മാക്രോ ഒന്നും വേണ്ട, ഇതിനകത്തെല്ലാം കിട്ടും. അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒബീസിറ്റിന്ന് മാറി കറക്റ്റ് വെയിറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലനോട് ചോദിക്കും, ഞാൻ കഴിക്കുന്ന ഇതിൽ എത്ര കാലറീസ് ഉണ്ട് മാം? ഞാൻ പറഞ്ഞു, ഡോണ്ട് കൗണ്ട്, ഞാനും കൗണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ വെറുതെ പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ കാലറി ആവശ്യവും നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളുടെ കാലറി ആവശ്യവും വ്യത്യാസമുണ്ട്. ഒരു 1000-1200 കാലറി മതിയായിരിക്കും ഒരാൾക്ക്. പക്ഷെ നന്നായി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കാലറി അവിടെ കൂടുതൽ വേണം, പ്രോട്ടീനും അവിടെ കൂടുതൽ വേണം. അപ്പൊ പിന്നെ ഒരുപാട് ഡിഫറൻസ് വരും. ഞാൻ അവരുടെ പ്രീ വർക്ക്ഔട്ട് മീലിനെ കുറിച്ച് ആലോചിക്കും, പോസ്റ്റ് വർക്ക്ഔട്ട് മീലിനെ കുറിച്ച് ആലോചിക്കും, വാട്ടർ ഇൻടേക്ക് ആലോചിക്കും. വെറുതെ ഓഫീസിൽ പോയി വരുന്നു, ചെറിയൊരു നടത്തം ചെയ്യുന്നു, അങ്ങനെ ഒരാൾക്ക് അത്ര ആവശ്യമില്ല. എഗെയിൻ, ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് അത്രയും കാലറി വേണ്ട, ആണുങ്ങൾക്ക് കുറച്ചുകൂടെ കാലറി വേണം.